കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഔദ്യോഗികമായി പുറത്തിറക്കിയ തൊഴിൽ വാർത്താ പത്രികയായ PSC ബുള്ളറ്റിനിൽ ഗുരുതര എഡിറ്റോറിയൽ വീഴ്ച സംഭവിച്ചു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയും സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്നതുമായ കണ്ണൂരിലെ വിവാദ വ്യക്തിത്വം ആകാശ് തില്ലങ്കേരിയെ സംസ്ഥാനത്തെ മികച്ച തിരക്കഥാകൃത്തായി ചിത്രീകരിച്ചുകൊണ്ടാണ് മെയ് 15 PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കമ്മീഷന്റെ ഔദ്യോഗിക പത്രമായ സമകാലികം എന്ന വിഭാഗത്തിലാണ് ഈ വൻ അബദ്ധം സംഭവിച്ചിരിക്കുന്നത്. മട്ടന്നൂർ ഷുഹൈബ് വധക്കേസിലെ പ്രധാന പ്രതിയായ ആകാശ് തില്ലങ്കേരിയുടെ ചിത്രം ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിൽ ഉൾപ്പെടുത്തിയത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. 2025 കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേക ഫീച്ചറിലാണ് ഈ ഗുരുതരമായ പിശക് കടന്നുകൂടിയത്. ഉണ്ണി KR സംവിധാനം ചെയ്ത എ പ്രഗ്നന്റ് വിഡോ എന്ന ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചതിനാണ് രാജേഷ് തില്ലങ്കേരിക്ക് ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ലഭിച്ചിരുന്നത്. എന്നാൽ മികച്ച തിരക്കഥാകൃത്തിനുള്ള പുരസ്കാരം നേടിയ പ്രശസ്ത രചയിതാവ് രാജേഷ് തില്ലങ്കേരിയുടെ വിവരങ്ങൾ നൽകിയ ഭാഗത്ത് അദ്ദേഹത്തിന്റെ ചിത്രത്തിന് പകരം കൊലക്കേസ് പ്രതിയായ ആകാശ് തില്ലങ്കേരിയുടെ ചിത്രമാണ് അച്ചടിച്ചു വന്നത്. മലയാള സിനിമയിലെ മുൻനിര താരങ്ങളായ മോഹൻലാൽ, കല്യാണി പ്രിയദർശൻ, അനശ്വര രാജൻ എന്നിവരടങ്ങുന്ന പ്രമുഖ അവാർഡ് ജേതാക്കളുടെ ചിത്രങ്ങൾക്കൊപ്പമാണ് ആകാശ് തില്ലങ്കേരിയുടെ ചിത്രവും PSC ബുള്ളറ്റിൻ പ്രാധാന്യത്തോടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ മത്സര പരീക്ഷയ്ക്കുള്ള പൊതുവിജ്ഞാപന ശേഖരണത്തിനായി പൂർണ്ണമായും ആശ്രയിക്കുന്ന ഒരു ഔദ്യോഗിക ഗൈഡിലാണ് ഈ അനാസ്ഥ എന്നുള്ളത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ബുള്ളറ്റിനിലെ പ്രധാന വിവരങ്ങൾ അതേപടി പഠിച്ചെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ തെറ്റായ വിവരങ്ങളിലേക്ക് നയിക്കാൻ ഈ വീഴ്ച കാരണമാകും. ഈ പുതിയ ബുള്ളറ്റിനുകൾ ജൂൺ 1, 15 തീയതികളിൽ പ്രസിദ്ധീകരിച്ചിട്ടും ഫോട്ടോയിലെ പിശകുകൾക്ക് PSC തിരുത്ത് വരുത്തിയിരുന്നില്ല. എന്നാൽ സംഭവം വിവാദമായതോടെ ഒടുവിൽ PSC തങ്ങൾക്ക് പറ്റിയ ഗുരുതരമായ തെറ്റ് സമ്മതിച്ച് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റിൽ എവിടെയാണ് ഈ വലിയ പിഴവ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ കൃത്യമായ വ്യക്തത വരുത്താൻ കമ്മീഷൻ ഇതുവരെ തയ്യാറായിട്ടില്ലെങ്കിലും പ്രസിദ്ധീകരണത്തിൽ വന്നത് വലിയൊരു അബദ്ധമാണെന്ന് അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും പേരുമാറ്റത്തിലെ സാമ്യം കാരണമാണോ അതോ മറ്റു ജാഗ്രതക്കുറവ് കൊണ്ടാണോ എന്ന് വ്യക്തമല്ലാത്ത രീതിയിലാണ് കൊലക്കേസ് പ്രതിയുടെ ചിത്രം ഇതിൽ ഉൾപ്പെട്ടത്. മെയ് 15 ലക്കത്തിൽ ഇത്രയും വലിയൊരു അബദ്ധം സംഭവിച്ചിട്ടും അത് തിരുത്താൻ PSC തയ്യാറായില്ല എന്നതും ഉദ്യോഗാർത്ഥികളെ ചൊടിപ്പിക്കുന്നുണ്ട്. എന്നാൽ സംഭവത്തിൽ PSC തെറ്റ് സമ്മതിച്ചിട്ടുണ്ട്. എന്തായാലും ജൂൺ 1 ജൂൺ 15 പുതിയ PSC ബുള്ളറ്റിനുകൾ പിന്നീട് പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നാൽ ഈ 2 ലക്കങ്ങളിലും ഫോട്ടോ മാറ്റിയതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ തിരുത്തോ വിശദീകരണമോ നൽകാൻ അധികൃതർ തയ്യാറായിട്ടില്ല. എന്തായാലും യഥാർത്ഥ അവാർഡ് ജേതാവിന് അഭിനന്ദനം അർപ്പിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ആകാശ് തില്ലങ്കേരി ഇത്തരത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്.